ഇന്ന് ലേസി സൺഡേ ആണ്. നമ്മൾ എണീച്ചപ്പോൾ ലേറ്റായി, അതുകൊണ്ട് ബ്രെഡും ജാമിലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ഒതുക്കി. അവനതൊന്നും പറ്റൂല. അപ്പോൾ അവൻ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പണയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവർ കൂടാണ്ട് രണ്ടാൾക്കാർ കൂടി നമ്മളെ വീട്ടിലുണ്ട്. അവളെ തന്നെ എൻ്റെ മോനൊരു സിനിമ ഇട്ടിട്ടുണ്ട്, ലിയോ. അപ്പം സൺഡേ ലിയോ കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവരുടെ ഈ ഒത്തൊരുമയെന്നും കണ്ട് ആരും ഞെട്ടണ്ട കേട്ടോ. ചില സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഒരുമയും കാര്യങ്ങളൊക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പ്രിൻസീസറിൽ. അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വലിയ ആൾക്കാരെയൊക്കെ കാണിച്ചു കൊടുത്തല്ലേ എഴുതിയ. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ ആള്. സൺഡേ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്ന സ്പെഷ്യൽ ചിക്കൻ കറി. സ്പെഷ്യൽ ചിക്കൻ കറി ഒന്നല്ല കേട്ടോ, നോർമൽ ചിക്കൻ കറിയാണ് വെക്കുന്നത്. കാരണം ഇന്ന് കുറെ ഒതുക്കൽ വർക്കൽ ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേരം. ഞായറാഴ്ച നമ്മുടെ വീട് എങ്ങനെ ഇരിക്കണെന്ന് എല്ലാം കാണിച്ചെടുക്കും. മുറി കടന്നിട്ട് ഇത് പിള്ളേരെ മുറി മൊത്തത്തിൽ അലമ്പാക്കിട്ടേക്കണേ. സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ കമന്റ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോ വ്ളോഗ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ന്യൂ ഇയർ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. വെച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് പൊരിച്ചു വെക്കണായിരിക്കാം. പൊരിക്കണ്ട, വെറുതെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊരിച്ചു കൊടുക്കാം. ഓക്കെ, ഞാൻ ചിക്കൻ കറി വെക്കണം. കുറച്ച് മസാലയൊക്കെ തേച്ച് ഇങ്ങനെ ഓൾറെഡി വെക്കും, എന്നിട്ടാണ് വെക്കണത്. മോനെ നോർമൽ ചോറ് വെക്കണ നെയ്ച്ചോറ് വെക്കണം. നെയ്ച്ചോറൊക്കെ എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളാ. എന്താ പോലെ വേണ്ടത്? ചക്കച്ചോള ചാക്കോച്ചിനെ വിളിക്കണ പോലെ. എന്താ ചോദിക്കണം? എവിടെ പാത്രം എവിടെ പണിയില്ല, എല്ലാരും കൂടി ഷെയർ ചെയ്യണം കേട്ടോ. അച്ഛന്റെ മോനൊക്കെ ഇടിയ മോനായിട്ട്. ഓ അതുള്ളൂ ഷെയർ ചെയ്ത് തരുവേ. എന്റെ ഇളയ നാത്തൂന് ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് ഇരിക്കണം. അപ്പൊ മക്കള് ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ. പിന്നെന്തായിരിക്കാം ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് കഴിഞ്ഞ വ്ളോഗിൽ എല്ലാരും ചോദിച്ചത്. ഒരു മിനിറ്റ് എന്താ പറയണെന്ന് ചോദിച്ചു. പറയാനില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ നീ പറഞ്ഞാൽ മതി. ചിക്കൻ കറി കൊള്ളാട്ടോ. ഞാനും കുക്കിങ്ങായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. പണ്ടൊക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്ത് ടെൻഷനാണെന്നറിയോ എനിക്ക്. കാരണം ഒന്നിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്നും അറിയില്ല. എന്ത് ചെയ്യണമെങ്കിലും എനിക്ക് മാനം കോൾ ചെയ്യണം. അപ്പോൾ അവൻ്റെ ഉമ്മാക്ക് സ്വസ്ഥ കൊടുക്കൂല. മീൻ കറി വെക്കുമ്പോൾ, ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോൾ, ചിക്കൻ വെക്കുമ്പോൾ, അല്ലാതെ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിലൊക്കെ ഞാൻ എൻ്റെ ഉമ്മാന് കല്യാണത്തിന് മുമ്പ് ഹെൽപ്പൊക്കെ ചെയ്യും. അതായത് അടിച്ചു വാരും, വീട് ക്ലീൻ ചെയ്യും, എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെജിറ്റബിളൊക്കെ അരിഞ്ഞൊക്കെ കൊടുക്കുകയുള്ളൂ. കുക്കിംഗ് ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കലില്ലായിരുന്നു. പിന്നെ സ്കൂള്, ട്യൂഷന്, മദ്രസ ഇങ്ങനെയൊക്കെ തിരക്കല്ലേ ആ ഒരു ടൈമിലൊക്കെ. അതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ മുട്ടയൊക്കെ പൊരിക്കും, തക്കാളി കൊലുത്ത് വരുന്ന, മാഗി ഉണ്ടാക്കും. പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കാക്കാൻ മാഗി എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുക്കിങ്ങിലെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ ചീറ്റിപ്പോയായിരുന്നു കേട്ടോ. എൻ്റെ മക്കൾ രണ്ടുപേരും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇരിക്കൂല. പക്ഷേ എങ്കിൽ കൂടിയും ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കലൊക്കെ ഉണ്ട്. ഞങ്ങൾ മൂന്നുപേരും തന്നെ, ഞാനും എൻ്റെ രണ്ട് കാക്കമാരും ഉമ്മാക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇന്നിപ്പോൾ എൻ്റെ മക്കൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഓരോ ദിവസം എന്നോട് ചോദിക്കും, ഉമ്മി ചെയ്യണ പോലെ ആയാ ഉമ്മി ഇപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ. അവരവരെ ഏൽപ്പിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ TV കാണാൻ വേണ്ടി കയറും. ഇവന്മാർ ധരിക്കാതെ എന്തോ ചെറിയ തലവേദന വന്നിട്ട് റൂമിൽ കിടക്കാൻ വേണ്ടി പോയി. ഇപ്പം എൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുക്കിങ്ങിൽ ഭയങ്കര പ്രോയാണ് കേട്ടോ. പഴയ എന്നെയൊക്കെ വെച്ച് ഞാനിപ്പോൾ ഹൈ ലെവൽ പ്രോയിലാണ് ഞാൻ നിൽക്കുന്നത്. കറി ആയിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പണി തീർക്കാണ്ട് പറ്റും. ഞാൻ ഓരോന്നും ചെയ്യുമ്പോൾ അപ്പം ഒതുക്കിയ പണി ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. ഇനി ഞാൻ നെയ്ച്ചോറ് വെക്കണ രീതി ഞാൻ പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഭയങ്കര ഈസിയാണെന്ന്. ഇതൊക്കെ എൻ്റെ ഉമ്മ പഠിപ്പിച്ചെന്നാണ്. അടി കട്ടിയുള്ളൊരു പാത്രം വേണം നമ്മളെപ്പോഴും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം, സെയിം മെത്തേഡ് തന്നെ. പാത്രം ചൂടായി കഴിയുമ്പോൾ നെയ്യും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ പട്ട, കുരുമുളക്, ഏലക്ക ഇങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഇട്ട് ഒരു അര സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കണം ആ അളവിൽ 2 പാത്രം വെള്ളം ഒഴിക്കണം.
എന്നിട്ട് ഉപ്പിട്ട് തിളപ്പിക്കാൻ വെക്കുക. തിളച്ച് വരുമ്പോഴത്തേക്കും അരി നന്നായിട്ട് കഴുകി അരിയൊക്കെ ഇട്ട് മൂടി വെക്കണം. മൂടി വെച്ച് കഴിയുമ്പോൾ അരി നന്നായിട്ട് തിളക്കൂല. അപ്പോൾ ഒരു ഹാഫ് ലെമണും പിഴിഞ്ഞ് വെച്ചാൽ നമ്മളെ നെയ്ച്ചോറ് അവിടെ നിന്ന് റെഡി ആയിക്കോളും. ചോറ് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പൊരിക്കണം, പിന്നെ പപ്പടം പൊരിച്ച് വെച്ചണം, കച്ചമ്പറി ഞാൻ ഓൾറെഡി ഉണ്ടാക്കി. ഇപ്പോൾ നമ്മളെ പണി വേഗം വേഗം കഴിഞ്ഞില്ലേ. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഇപ്പം ഞാൻ കുറേയൊക്കെ മാറിയെന്ന് എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം തോന്നുന്നു. അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് എനിക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എനിക്കിഷ്ടം. രാവിലത്തെ നാസ്ത സ്കിപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ലഞ്ച് പെട്ടെന്ന് റെഡിയാക്കി. ഒരു സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ സൺഡേ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആവും. അപ്പോൾ ചിക്കനും പൊരിച്ച് കഴിഞ്ഞ് ആ ടൈമിനുള്ളിൽ വേഗം ഇനി എല്ലാം കൊണ്ട് എടുത്ത് വെച്ച് ധരിക്കാക്കി എണീച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ചെറിയ അസ്വസ്ഥത എന്ന് പറഞ്ഞിരുന്നു. എനിക്ക് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് റാത്തായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇഷ്ടം. ധരിക്കാൻ്റെ ഉപ്പയാണത്. ഉപ്പ എല്ലാ സൺഡേസും നമ്മൾ കാണാൻ വരലുണ്ട്. അപ്പോൾ ഒന്ന് ഉപ്പാട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ആവശ്യത്തിന് പോയി. ഉപ്പാക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഉപ്പാട് ഹോളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പറഞ്ഞു ഉപ്പാനോട് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ആവശ്യം കഴിഞ്ഞ് വന്നുകൊണ്ടാണ്. ഉപ്പ വീഡിയോയിലൊന്നും വരൂല. എങ്ങനെയൊക്കെയോ ഒരു ഭാഗ്യത്തിന് ഒരു ചെറിയൊരു പീസ് കിട്ടിയതാണ് ഉപ്പാന. ഉച്ച സമയത്ത് ആരെങ്കിലും ഈ വീഡിയോസൊക്കെ കാണുമെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് റാത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. എന്തെങ്കിലുമൊക്കെ ഉപ്പും എന്താ പറയുക മുളകൊക്കെ കുറവുള്ളതും കൂടുതലുള്ളതൊക്കെ കണ്ടുപിടിക്കും. ഇന്നത്തെ കറിയിൽ കുറച്ച് എരിവ് കൂടുതലായിരുന്നു. ഞാൻ ഭംഗിക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചിട്ടായിരുന്നു. അത് ഇച്ചിരി അധികമായോ എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടാണ്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ മക്കളെല്ലാവരും ഓരോരോ സൈഡായിട്ടുണ്ട്. ഉറങ്ങാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറിയാണ്. പക്ഷെ ഉറങ്ങണമൊന്നുമില്ല. ഇതൊക്കെയാകെ കളി എന്തോ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കാണാമായിരുന്നു. മക്കൾ ഇരിപ്പണ്ടില്ല. അതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ മാറ്റിവിട്ടാ. സ്ക്വിഡ് ഗെയിം കണ്ട് പകുതിക്ക് വെച്ചേക്കണേണ്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഇരിക്കണ ഇരിപ്പ്. നമ്മളെ സൺഡേ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാല. ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു. പ്രത്യേകിച്ച് വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നമ്മളെ വിശേഷങ്ങൾ എല്ലാവരും ഓരോരോ സ്ഥലത്തായിട്ട് സൈഡ് ആയിട്ടുണ്ട്. ബൈ പറയുമ്പോ അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാരും എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യാം. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിലേക്ക് ബൈ ബൈ. ബൈ ബൈ പറഞ്ഞ പൊന്നാ. ബൈ ബൈ പറഞ്ഞ ബൈ ബൈ.